നമസ്കാരം. ഞാൻ ഐറിൻ. ഒഴുകുപാറയ്ക്കൽ ടാഗോർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വായനാ സമ്പുഷ്ടമായ ഗ്രാമം എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന സാഹിത്യോത്സവം 2024 എന്ന പരിപാടിയിൽ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുഞ്ചൻ നമ്പ്യാരെയാണ്. 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിൽ പ്രശസ്തനായ കവിയാണ് നമ്പ്യാർ. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര. പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളാണ് നമ്പ്യാർ. ചന്ദ്രികാവീഥി, ലീലാവതി വീഥി തുടങ്ങിയ രൂപകങ്ങളും വിഷ്ണുവിലാസം, രാഘവീയം എന്നീ മഹാകാവ്യങ്ങളും വിലാസം, ശിവശതകം എന്നീ ഖണ്ഡകാവ്യങ്ങളും അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളിൽ ചിലതാണ്. നമ്പ്യാരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്ന രേഖകളൊന്നും തന്നെയില്ല. ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലാണ് നമ്പ്യാരുടെ ജനനം എന്ന് കരുതപ്പെടുന്നു. 1770 മരണം. പേപ്പട്ടി വിഷബാധയെ തുടർന്നാണ് മരിച്ചതെന്നും പറയപ്പെടുന്നു. കുഞ്ചൻ നമ്പ്യാർ ഏറെക്കാലം ചെലവഴിച്ച അമ്പലപ്പുഴയിൽ കേരള സർക്കാർ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശിയിൽ കുഞ്ചൻ സ്മൃതിവനം എന്നൊരു വനമുണ്ട്. ഇവയാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകങ്ങൾ. സാധാരണക്കാരുടെ ഭാഷയിൽ അവർക്കു വേണ്ടി എഴുതിയ ജനകീയ കവിയായി നമ്പ്യാർ കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതയിൽ അധസ്ഥിത വിഭാഗങ്ങൾ പൊതുവെ അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നും നിരൂപകർ പറയുന്നുണ്ട്. രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളിൽ നിന്നുമാണ് തുള്ളൽ കൃതികൾക്കുള്ള ഇതിവൃത്തം ഇദ്ദേഹം സ്വീകരിക്കുന്നത്. 40-ലധികം തുള്ളൽ കൃതികളും അനവധി ഇതര കൃതികളും ഈ കാലയളവിൽ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. കല്യാണ സൗഗന്ധികം, കിരാതം, സെമന്തകം, ഘോഷയാത്ര, ത്രിപുരാദഹനം, ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. നന്ദി.